أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. ജീവിതം പറഞ്ഞോളി. യാ അയ്യുഹല്ലദീന. അവിടെ എന്താ ചെയ്യേണ്ടത്? യാ നീട്ടണം അല്ലേ? 4 to 6 വരെ നീട്ടണം. പിന്നെ അയ്യുഹ കഴിഞ്ഞിട്ട് ഹ നീട്ടാനുള്ള ഒരു അലിഫുണ്ട്. പിന്നെന്താ ഉള്ളത്? അല്ലദീനയിൽ അലിഫുണ്ട്. എന്ത് ചെയ്യണം? ഇതും
കട്ടാവും, ഇതും കട്ടാവും. പിന്നെ ഇതും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ എങ്ങനെ ഓതണം? യാ അയ്യു ഹ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ഹ എന്നിട്ട് ലാമിലേക്ക് ഒറ്റ ചാട്ടം അല്ലേ? യാ അയ്യുഹല്ലദീന, അവിടെ എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ അടുത്ത് ആമനു എന്താ ചെയ്യേണ്ടത്? ആ രണ്ട് അവിടെയൊക്കെ രണ്ട് കതിർ. പിന്നെ ഒരു അലിഫ് കാണാം, എന്ത്? മുദവ്വറായ സുക്കൂനുള്ള റൗണ്ട് അബൌട്ട് രൂപത്തിലുള്ള സുക്കൂന്. അത് അലിഫുമ്മലായാലും വാവുമ്മലായാലും യാ ഉമ്മലായാലും എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പം ആമനു എന്ന് ഓതണ്ടെന്നർത്ഥം. പിന്നെ ലാ തത്തബിയു, അവിടെയും കാണാം ആ അലിഫ്, മുദവ്വറായ അലിഫ്, അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. വാവ് നീട്ടേണ്ടത് രണ്ട് കതിറാണ്. പിന്നെ ഖുത്വാത്തി ഷൈത്വാൻ, അവിടെയോ എന്ത് ചെയ്യണം? വാവിനെ ഹ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഷെയ്ത്വാൻ നിലൊടുത്ത അലിഫിനും ലാമിനും ഉച്ചാരമില്ല. അലിഫ് വസിലിൻ്റെ അംതയാണ്. പിന്നെ ഷെയ്ത്വാൻ നിർത്തുകയാണെങ്കിലോ എന്ത് ചെയ്യണം? നീട്ടി നിർത്തണം. അപ്പം എങ്ങനെ ഓതണം? ഖുത്വാത്തി ഷൈത്വാൻ, ആ ത്വ എന്നുള്ളത് നീട്ടി ഉച്ചരിക്കണം എന്നർത്ഥം. പിന്നെ വമയ്യത്തബി, ആ നൂനിന് എന്ത് ചെയ്യണം? യാലേക്ക് ഇദ്ഗാം ചെയ്യണം, ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. അപ്പം എങ്ങനെ ഓതണം? വമയ്യത്തബി. പിന്നെ ഖുത്വാത്തി ഷൈത്താൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഫ ഇന്നഹു, ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഖാത്തിൻ്റെ അംസിയാണ്. നൂനിനെ ഉന്നത്തോട് ഉച്ചരിക്കണം. ഹു എത്ര നീട്ടണം? ഹു എത്ര നീട്ടണം? ആ ഹൂവിൻ്റെ ശേഷങ്ങൾ ചെറിയൊരു കുഞ്ഞു വാവ് കാണില്ലേ അല്ലേ? അപ്പം എത്ര? രണ്ട് കതിറാണ് നീട്ടേണ്ടത് അല്ലേ? അതിൻ്റെ പേര് മദ്ദുസിലത്തി സുഗറ, മദ്ദുസിലത്തി സുഗറ. പിന്നെ ബിൽ ഫഹ്ഷായി, അവിടെയോ ഫഹ്ഷ എത്ര നീട്ടണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതിൻ്റെ പേര് മദ് മുത്തസിൽ, മദ് മുത്തസിലാണ്, മുൻഫസിലല്ല. പിന്നെ ഫഹ്ഷാ എന്നുള്ള ഒറ്റ പദല്ലേ? ഫഹ്ഷാ, ഈ ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒറ്റ പദമാണ്. ഒറ്റ പദമായാൽ അതിൻ്റെ പേരാണിത് മദ് മുത്തസിൽ. പിന്നെ വൽ മുങ്കർ, അവിടെയോ ആ നൂനിന് എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? ഫ ഇന്നഹു, രണ്ട് കതിർ നീട്ടുക. പിന്നെ യഉമുറു ബിൽ ഫഹ്ശാഇ, 5 കതിർ അല്ലെങ്കിൽ 6 കതിർ വരെ പോവാം. പിന്നെ വൽ മുങ്കർ, അതിനെ യഖ്ഫ ചെയ്യുക. പിന്നെ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അവിടെപ്പം എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല, ലാ 2 കതിർ നീട്ടിയാൽ മതി. പിന്നെ വറഹ്മത്തുഹു, അവിടെയും മദ്ദുസിലത്തി സുഗറ വരുന്നുണ്ട്. മാ സക്കാ മിൻകും, അവിടെ സക്ക, ആ യാമൽ അലിഫ് കണ്ടില്ല നിങ്ങൾ അല്ലേ? അതെന്താ സക്കയ എന്ന് ഓതാത്തത്? എന്താ കാരണം സക്കയ ഓതാത്തത്? യാഇൻ്റെ ശേഷം അലിഫ് വന്നാൽ സക്കയ ഓതണം. യാഇൻ്റെ മിഡിൽ അലിഫ് വന്നാൽ എന്ത് ചെയ്യണം? അകാരമാക്കി ഉച്ചരിക്കണം. അതുകൊണ്ടാണ് മാ സക്കയ എന്ന് ഓതാത്തത്. മാ സക്ക അകാരമാക്കി മേലോട്ട് ഉച്ചരിക്കണം. അപ്പോൾ ആ മിഡിലാണ് അലിഫ് ഉണ്ടാവുക. പിന്നെ മിങ്കും, അതിനെന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. പിന്നെ ആ മീമിന് എന്ത് ചെയ്യണം? മിങ്കും എന്നുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? മിങ്കും മിൻ. പിന്നെ ആ മിൻ എന്നുള്ള സാക്കിന നൂൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. മിൻ അഹദിൻ, ഉച്ചരിക്കണം. ദിൻ എന്നുള്ള കസ്ർ തൻവീൻ എന്ത് ചെയ്യണം? അവിടെയും ഇൽഹാർ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? മിൻ അഹദിൻ അബദ, അവിടെ ഒന്നും മണിക്കാനൊന്നും പോണ്ട. പിന്നെ അബദൻ നിങ്ങൾ കൂട്ടി ഓതാണെങ്കിൽ എങ്ങനെ ഓതണം? അബദം വ, അല്ലേ? അബദം വലാകിന്നല്ലാഹ, അവിടെ നൂനിനെ ഒന്ന് ഉന്നത്തോടു കൂടി ഉച്ചരിക്കുക. പിന്നെ യുസക്കീമൈ, ആ മൻ എന്ത് ചെയ്യണം?
യാവിലേക്ക് ഇദ്ഗാം ചെയ്തു ഉച്ചരിക്കണം. യശാ എത്ര നീട്ടണം? 4 to 6 വരെ നീട്ടുക. അപ്പം എങ്ങനെ ഓതണം? മൻ യശാ. പിന്നെ വല്ലാഹു എന്നുള്ളിടത്ത് എന്തുണ്ടാവില്ല? അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ സമീഉൻ ആ ലംബ തൻവീൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. കാരണം ഐനാണ് വരുന്നത് അല്ലേ? സമീഉൻ അലീം. അലീം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4 മുതൽ നിർത്തുകയാണെങ്കിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നീട്ടാൻ പാടില്ല. തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നാ പോവാ. യാ അയ്യുഹല്ലദീന ആമനു അർത്ഥം പറഞ്ഞോളി. യാ എന്ന് പറഞ്ഞതാ ഓ എന്നൊക്കെ അർത്ഥം. യാ അയ്യുഹല്ലദീന ഒരു കൂട്ടരെ, യാതൊരു കൂട്ടരെ, ആമനു വിശ്വസിച്ച കൂട്ടരെ, ലാ തത്തബിഉ നിങ്ങൾ പിന്തുടരരുത്, ഖുത്വാതി ശൈത്വാൻ പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരരുത്. വമൻ യത്തബിഅ ആരാണോ പിന്തുടരുന്നത് ഖുത്വാതി ശൈത്വാൻ പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുന്നത്, ഫഇന്നഹു തീർച്ചയായും അവൻ യഉമുറു അവൻ കൽപ്പിക്കുന്നത് ബിൽ ഫഹ്ശാഇ നീചവൃത്തി കൊണ്ടാണ്, വൽ മുൻകർ ദുരാചാരം കൊണ്ടുമാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ഔദാര്യം പിന്നെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, വറഹ്മത്തുഹു അള്ളാഹുവിൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ, മാ സക്ക മിൻകും മിൻ അഹദിൻ അബദ മാ സക്ക മിൻകും നിങ്ങളിൽ ഒരാളും തന്നെ പരിശുദ്ധി പ്രാപിക്കുകയില്ല. മിൻ അഹദ് എന്ന് പറഞ്ഞാൽ ഒരാളും തന്നെ, വിശദീകരിക്കും മനസ്സിലാവും. അബദ ഒരിക്കലും, വലാകിന്നല്ലാഹ പക്ഷേ അല്ലാഹു തആല യുസക്കി അവൻ പരിശുദ്ധി നൽകുന്നു, മൻ യശാഉ അവൻ ഇച്ഛിക്കുന്നവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വല്ലാഹു സമീഉൻ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. റിവേഴ്സ് എടുത്ത് വരിക. യാ അയ്യുഹല്ലദീന ആമനു എന്താ? ഓ വിശ്വസിച്ചവരെ അല്ലേ? എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താ? ലാ തത്തബിഉ ഖുത്വാതി ശൈത്വാൻ പിശാചിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. എന്താ അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുത് എന്ന് പറഞ്ഞതിലുള്ള സൂത്രം എന്താ? എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, വിശ്വാസത്തിന് യോജിച്ചതല്ല പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുന്നത്. ഇനി വിശ്വാസി എന്ന് പറയുന്ന ഒരാൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ഓൻ്റെ വിശ്വാസം അളന്നു നോക്കേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞത്? എന്തിനാ? വിശ്വാസികളെ ഇപ്പം എന്തിനാ അവിടെ വിളിച്ചത്? യാ അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ പോരേനോ? അതല്ല പറഞ്ഞതെന്താ? യാ അയ്യുഹല്ലദീന ആമനു എന്നാ. എന്തായാലുള്ള സൂത്രം? എന്തായാലും സൂത്രം അല്ലദീന ആമനു. എന്തിനാ അങ്ങനെ പറഞ്ഞ അല്ലാഹു തആല? എന്തിനായിരിക്കും? യാ അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് പറയുന്നതും യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നതും ചെറിയ ഒരു വ്യത്യാസമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ ആ വിശ്വാസം എന്ന കരാറ് അള്ളാഹുവിനോട് ചെയ്ത ആളുകളെന്നാ. എന്ന് പറഞ്ഞാൽ
വിശ്വാസം എന്ന കരാറ് നിങ്ങൾ പിന്നെ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ആ കരാറ് അക്ദ് എന്നറിയില്ല നമ്മൾ, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഇതിൽ താമസിക്കണമെങ്കിൽ അക്ദ് വേണ്ടേ? നിങ്ങളെ ഫ്ലാറ്റിൽ താമസിക്കണമെങ്കിൽ അക്ദ് വേണമല്ലോ, അല്ലേ? അങ്ങനെ അക്ദ് ചെയ്ത ആളുകളെ, അപ്പം നിങ്ങളൊരു കരാർ ചെയ്തിട്ടുണ്ട്. ആ കരാർ ചെയ്ത ആളുകൾക്ക് യോജിച്ചതല്ല എന്ത് പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റുക എന്നത്. അപ്പോൾ വിശ്വാസി സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും പിശാചിന്റെ കാൽപ്പാടുകളെ പറ്റുന്നുവെങ്കിൽ അവന്റെ വിശ്വാസം എന്ത് ചെയ്യേണ്ടതുണ്ട്? പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്കിത്? ഇനി ഒരാളെ എപ്പോഴാണ് വിശ്വാസി എന്ന് പറയാ? എപ്പോഴാണ് ഒരാളെ വിശ്വാസി എന്ന് പറയാ? നമ്മളെ കഴിഞ്ഞ ആയത്തിൽ അതിൻ്റെ സൂത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരാളെപ്പോഴാണ് നമ്മൾ വിശ്വാസി എന്ന് പറയാ? എപ്പോഴാണ് വിശ്വാസി അറിയാം? ഞാൻ മുസ്ലിമായ വാപ്പക്കും ഉമ്മക്കും ജനിച്ചു, അതുകൊണ്ട് ഞാൻ വിശ്വാസിയാവോ? ഇല്ല. ഞങ്ങൾക്കൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇതിപ്പം എൻ്റെ കോട്ടേഴ്സാ. അവിടെ ഞാൻ ബോർഡ് എഴുതി വെച്ചു. എന്താ? ഞാൻ ഡാഷ് ഡോക്ടർ, എൻ്റെ പേരാണെന്ന് ഊട്ടിയോളി, ഇന്ന ഡോക്ടർ എന്ന് ഞാൻ പേര് എഴുതി വെച്ചാൽ നിങ്ങൾ അംഗീകരിക്കോ? ഇല്ല. ഞാൻ ഡോക്ടറാണെന്ന് എഴുതി വെച്ചാൽ അംഗീകരിക്കോ? ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കണില്ല? ഒരു ഡോക്ടറാവാൻ അതിൻ്റെ അടിത്തലം മുതൽ അതിൻ്റെ അവസാനം വരെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറി പോകണം, അല്ലേ? ആദ്യത്തേത്, പിന്നെ പ്രൈമറി, സെക്കൻഡറി, ഡിഗ്രി, ഇങ്ങനെ പോകണം. അവസാനമാണ് അവൻ ആ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ആ സംഗതി കിട്ടണത്, അല്ലേ? അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരുപാട് ത്യാഗം, ഒരുപാട് അധ്വാനമുണ്ട്, ഒരുപാട് പഠനമുണ്ട്, ഒരുപാട് ഗവേഷണമുണ്ട്, അല്ലേ? അങ്ങനെ നേടിയെടുത്ത ഒരാൾക്കേ നമ്മൾ എന്തു പറയുള്ളൂ? ഡോക്ടർന്നോ എഞ്ചിനീയർന്നോ ഒക്കെ പറയുള്ളൂ. എന്താവട്ടെ, എങ്കിൽ അതാണ് അല്ലദീന ആമനു. ആ വിശ്വാസം എന്ന കരാറ് കിട്ടണമെങ്കിൽ എന്തു വേണം? സ്റ്റെപ്പായി ജനനം മുതൽ മരണം വരെ അള്ളാഹുവിനെങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഒരു കാര്യത്തെ നിർത്തരുത്, വീണ്ടും 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 പഠനം. അങ്ങനെ ഒരു സൂത്രം എന്തിലുണ്ട്? വിശ്വാസി എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നാ, അല്ലേ? അപ്പം ഞാൻ മുസ്ലിമായ വാപ്പക്കുമ്മക്കും ജനിച്ചു എന്നത് കൊണ്ട് എന്താവൂല? യാ അയ്യുഹല്ലദീന ആമനു എന്ന ഗണത്തിൽ നമ്മൾ പെടുമോ പെടില്ലേ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനാ അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഞാനൊക്കെ അള്ളാനെ മനസ്സിലാക്കി, എനിക്കൊക്കെ അള്ളാനെ അറിയാം, ഞാൻ 5 നേരത്തെ നിസ്കരിക്കുന്നുണ്ട്, അല്ലേ? 5 നേരത്തെ നിസ്കരിക്കും. അപ്പോഴായിരിക്കും എനിക്ക് എല്ലാ വേണ്ടാത്തവരും എൻ്റെ തലയിൽ ഇങ്ങനെ ഓർമ്മ വരാം. ഓനെപ്പറ്റി വിശ്വാസി എന്ന് പറയോ? യാ അയ്യുഹല്ലദീന ആമനു എന്നത് എന്തോ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്തോ ഒരു രോഗമുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാ, ആ രോഗമാണ് പറയുന്നത്. എന്ത്? ലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടരരുത്. ഖുതുവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഖുതുവത്ത് പറഞ്ഞാൽ എന്താ? ഖത്ത എന്ന് പറഞ്ഞാൽ എന്താ? കാലടി വെച്ചു. ഖത്ത കാലടി വെച്ചു. ഖുതുവത്ത് ഒരർത്ഥം, ഞാനിപ്പോൾ ഈ കാല് വെച്ചില്ലേ, അടുത്ത കാലും വെച്ചില്ലേ, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനാണ് ഖുതുവത്ത് എന്ന് പറയുന്നതെന്നാ ഒരർത്ഥം. അത് രണ്ടാമത്തെ ഒരർത്ഥം, ഞാൻ കാലടി വെക്കുമ്പോൾ ഇവിടെ ഒരു അടയാളം ഉണ്ടാവില്ലേ? ആ അടയാളത്തിനാണ് ഖുതുവത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ പറ്റും. മറ്റൊന്ന്, പിശാചിൻ്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ഖുതുവാത്താണെന്ന് പറഞ്ഞവരുണ്ട്. പിശാച് ഏതൊക്കെ റൂട്ടിലൂടെ പോകുന്നുണ്ടോ അതൊക്കെ പിശാചിൻ്റെ ഖുതുവാത്താണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അർത്ഥവ്യത്യാസത്തിന് വരാനുള്ള ഒരു കാരണം എന്താ? ഇതൊക്കെ ഖുതുവാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, അല്ലേ? പിശാച്. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ ഈ ഖുതുവത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം, വൽ മആസി, എല്ലാ തെറ്റുകുറ്റങ്ങളും,
അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിക്കണ എന്തൊക്കെ പാപങ്ങളുണ്ടോ അതൊക്കെ ഖുതുവാത്തിൽ പെടും എന്നുള്ളതാണ്. അള്ളാഹുത്താല ഹറാമാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഖുതുവാത്തി ശൈത്താനിൽ പെടും എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന അഹങ്കാരത്തോടു കൂടിയായിരിക്കാം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെയും പ്രവാചകനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാലായിരിക്കാം. അപ്പം അള്ളാഹുത്താലാക്കെതിരെ പ്രവർത്തിക്കുന്ന എന്തൊക്കെ മഅസിയത്തുകളുണ്ടോ അതൊക്കെ ഖുതുവാത്തു ശൈത്താനിൽ പെടും എന്നതാണ് അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറയുന്നത്. ഇബ്നു അത്തിയ റഹ്മഹുല്ല പറയുന്നത്, ഇസ്ലാമിക ശരീഅത്തിന് എതിരായിട്ട് അള്ളാഹുവിൻ്റെ ശരീഅത്തും പ്രവാചകന്റെ സുന്നത്തുമല്ലാത്ത ഒരുപാട് ബിദ്അയായ കാര്യങ്ങളിലെ അതൊക്കെ ഖുതുവാത്തു ശൈത്താൻ എന്നതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വലാ തത്തബിയു ഖുതുവാത്തി ശൈത്താൻ എന്ന് പറഞ്ഞത്? ഖുതുവാത്തി ശൈത്താൻ എന്ന് പറയുന്നത് എന്താ, എന്തുകൊണ്ടാണ് പറയാൻ കാരണം? അവിടെ ഒരു സൂത്രമുണ്ട്. മനുഷ്യന് പൈശാചിക പ്രേരണ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവൻ സ്വന്തം മാറി നിൽക്കുകയും മറ്റൊരാളെ തടയുകയും ചെയ്യും. അതാണ് അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പൈശാചിക പ്രവർത്തനങ്ങളെ പിന്തുടരരുത് എന്ന് പറയുന്നത്. പിശാച് സ്വന്തം സിറാത്തുൽ മുസ്തഖീം തെറ്റിക്കും ചെയ്യും, മറ്റൊരാളെ തെറ്റിക്കാനുള്ള പ്രേരണ നൽകുകയും ചെയ്യും എന്നുള്ള. അള്ളാഹ് പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ ഒരിടത്തും നിങ്ങൾ പിശാചിനെ പിൻപറ്റരുത് എന്ന് എവിടെയും ഖുർആനിലുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടി. പിശാചിനെ പിൻപറ്റരുത് എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? ആലോചിച്ച് നോക്കി. പിശാചിനെ പിൻപറ്റരുതെന്ന് പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞെടുത്തൊക്കെ പറഞ്ഞതെന്താ? ലാ തത്തബിയു ഖുതുവാത്തി ശൈത്താൻ, പിശാചിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത് എന്നാ. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് പറയാനൊരു കാരണമുണ്ട്. മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഓനറിയാം പിശാചോൻ്റെ ശത്രുവാണ് എന്നുള്ളത്. ഒരു ശത്രുവിനെ ആരെങ്കിലും പിൻപറ്റോ? അല്ലാഹ് ആരോടാ പറയണത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ച വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹ് പറയുന്നത്. അപ്പൊ വിശ്വാസിയുടെ ശത്രുവാണ് ആര്? പിശാച്. ആ ശത്രുവിനെ അവൻ പിൻപറ്റൂല. പക്ഷേ ആ ശത്രുവിനെ പിൻപറ്റൂല. പക്ഷേ ആ ശത്രുവിൻ്റെ ചില പ്രവർത്തനങ്ങൾ അവന് അശ്രദ്ധയിലുണ്ടാവും. ഓനറിയാതെ ചിലപ്പോൾ ഓനെ ചിലപ്പം ആ കാര്യത്തെപ്പറ്റി അത്ര ശ്രദ്ധ കൊടുക്കണ്ടാവില്ല. ആ പ്രവർത്തനത്തിൻ്റെ പിന്നാലെ ചിലപ്പം വിശ്വാസികൾ പോവും. അതുകൊണ്ട് അള്ളാഹു പിശാചിനെ പിൻപറ്റരുത് എന്ന് പറയാതെ പിശാചിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത് എന്ന് അള്ളാഹു തആല പ്രത്യേകം പറഞ്ഞു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്കിത്? പിശാചിനെ പിൻപറ്റരുതെന്നല്ല, പിശാചിനെ വിശ്വാസികൾ പിൻപറ്റൂല. മറിച്ച് വിശ്വാസികൾക്ക് അശ്രദ്ധ വരാൻ കാരണമാകുന്നത് ആ പിശാചിൻ്റെ കാൽപ്പാടുകളാണ്, ആ പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്, ആ പിശാചിൻ്റെ വസ്വാസികളാണ്, ആ പിശാചിൻ്റെ പ്രേരണകളാണ്. അതാണ് മനുഷ്യൻ പിൻപറ്റുക. അതുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ട് ഖുതുവാത്തി ശൈത്താൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു? പിശാചിനെ പിൻപറ്റരുത് എന്നല്ലല്ലോ അല്ലാഹ് പറഞ്ഞത്. ലാ തത്തബിയു ഖുതുവാത്തി ശൈത്താൻ എന്നാണല്ലോ അല്ലാഹ് പറഞ്ഞത്. അപ്പം അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, പിശാചിനെ ഒരു വിശ്വാസി പിൻപറ്റില്ല, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് അള്ളാഹ് നമ്മെ ഉണർത്തിയതാണെന്ത്? ഖുതുവാത്തി ശൈത്താൻ. രണ്ടാമത്തേത്, പിശാച് ഒരു വിശ്വാസിയെ ക്രമേണ ഇങ്ങനെ വശീകരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണത്? എങ്ങനെ അത് വശീകരിച്ചു കൊണ്ടിരിക്കാം? അള്ളാഹ് പറഞ്ഞ പ്രയോഗം നോക്കി നിങ്ങൾ. ഖുതുവത്ത് എന്നാണോ, ഒറ്റ കാലടി എന്നാണോ? അല്ല, ഖുതുവാത്ത്. ഇവിടെ ആരെയും കൃഷിക്കാരുണ്ടോ ഇവിടെ? ഉണ്ടോ? ആരുമില്ലേ? കൃഷിനെ പറ്റിയൊന്നും അറിയില്ലേ? നിങ്ങൾ പിന്നെ കൃഷി ചെയ്തൊരു കൃഷിനെ പറ്റി പറഞ്ഞേരി. ഏതെങ്കിലും ഒന്ന്. എന്താ നിങ്ങൾ നട്ട ചെടി? വാഴ അല്ലേ? നിങ്ങളൊരു വാഴ അല്ലെങ്കിൽ ഒരു മാവും തൈ നിങ്ങളെ മുറ്റത്ത് നട്ടു. സപ്പോസ് അത് നട്ടാൽ അതിൻ്റെ കൂടെ ഉണ്ടാവും എന്ത് വരും?
എന്തു വരും? ചെറിയ ചെറിയ വള്ളികൾ ഉണ്ടല്ലേ നിങ്ങൾ എന്താ അതിന് പറയല്? കള അല്ലാത്തൊരു സാധനം ഉണ്ടാവില്ല, അതിനെ ചുറ്റി ചുറ്റി ഇങ്ങനെ പോണേ ഇത്തിക്കണ്ണി അല്ലേ? ഇത്തിക്കണ്ണി എന്നായി പറയാം അല്ലേ? എന്താ ഇത്തിക്കണ്ണി? ആദ്യം എല്ലാവരും കാലടി വെച്ച് വരും. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാ മാവ് സങ്കല്പിച്ചോളി നിങ്ങള്. ഇനി വായ്മലുണ്ട്, പക്ഷെ അങ്ങക്ക് വായ അറിയാൻട്ടാ. ഇത്തിക്കണ്ണി അല്ലാത്തൊരു സാധനം വരും അയിമലൊക്കെ ഉണ്ട്. എല്ലാം അള്ള സൃഷ്ടിച്ച എല്ലാത്തുമലും അതിനെ ബാത്തിലാക്കണ ഒരു സാധനം അതിൻ്റെ അടുത്തു കൂടെ വരും. പക്ഷെ മനുഷ്യൻ പറിച്ചിടുന്നോണ്ട് കാണാക്കുക. കൃഷിക്കാരൻ എന്ത് ചെയ്യാണ്? അത് വൃത്തിയാക്കണോണ്ട് നമ്മൾ കാണാം. വായന നശിപ്പിക്കണ വായനക്കാട്ടിയും വലിയ കളുണ്ട്. അത് പറഞ്ഞുതരാം. ഏതായാലും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം മാവിന്മേലുള്ള ഇത്തിക്കണ്ണി കൂട്ടുക. അപ്പം എല്ലാവർക്കും അറിയാലോ, അഭിപ്രായ വ്യത്യാസമല്ലല്ലോ അല്ലേ? ആ ഇത്തിക്കണ്ണി ആദ്യം ഒന്ന് വളരും അല്ലേ? അപ്പം ചിലപ്പോൾ അത് വളരുക മാവിൻ്റെ മുകളിലായിരിക്കും. അത് ശ്രദ്ധിച്ച ഞങ്ങൾ എങ്ങനെയാ വളരുന്നത്? മാവിൻ്റെ മുകളിൽ അടിയിൽ വേരൊന്നുമില്ലാതെ. ആരാണ് വളർത്തുന്നത്? പക്ഷികൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഒരു വിത്ത് അവിടെ ഇടും. അപ്പം മാവിൻ്റെ കൊമ്പത്തായിട്ട് വളരും. അത് വളർന്ന് ആദ്യം നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നില്ല, ചെറുതായി. പിന്നെ അടുത്ത കാലടി വെക്കും, അടുത്ത കാലടി വെക്കും, അടുത്ത കാലടി വെക്കും. ഞാൻ 10,000 ഉറുപ്പ്യ കൊടുത്ത് 10,000 കൂലി കൊടുത്ത് വളർത്തിയ മാവ് ഞാൻ കാണാതെ ആ ഇത്തിക്കണ്ണി കാലാന്തരത്തിലൂടെ പൊതിഞ്ഞ് 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 ഒരു ദിവസം കാണാൻ മറിഞ്ഞിട്ടുകയാണ്. ഇപ്പം എന്തേ ഇപ്പോൾ ഉള്ളു പൊള്ളായി മറിഞ്ഞു പോകാൻ കാരണം ആ ഇത്തിക്കണ്ണിയാണ്. അപ്പം നോക്കി നിങ്ങൾ, ഈ ഇത്തിക്കണ്ണി ആദ്യം ഈ പക്ഷികൾ ആ കുരു കൊണ്ടുവന്നിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ ശ്രദ്ധയിൽ പെടൂല, കാണൂല. പിന്നെ അത് വളർന്ന് 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 പന്തലിച്ച് എന്താ ഇപ്പം മാങ്ങല്ലാത്തത്, 10 കൊല്ലമായല്ലോ, എന്ത് മാങ്ങല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ഇത്തിക്കണ്ണി വളർന്നിട്ടുണ്ടാവും അതിൻ്റെ മുകളിലൊക്കെ അല്ലേ? അതിന്മേൽ മാവുണ്ടാവില്ല, മാങ്ങ ഉണ്ടാവില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? അതിന് കാരണം ഈ ഇത്തിക്കണ്ണിയാണ്. ഇതേപോലെ വിശ്വാസി എന്ന മാവ്, ആ മാവിന് അല്പാൽപമായി ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്ന ആ വള്ളി അതാദ്യം നമ്മൾ കാണൂല, ചെറിയതേക്കാരം. ചിലപ്പോൾ അത് ഹലാലായ കാര്യത്തിലാണ് ആ വള്ളി ഇങ്ങനെ പിശാച് ഇങ്ങനെ വരിക. ഹലാൽ തന്നെ. പക്ഷെ ഹലാൽ എന്താവും? മുബാഹായ ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫുട്ബോൾ കളിക്കാം, മുബാഹല്ലേ? ഇസ്ലാം വിരോധിച്ചണോ ഫുട്ബോൾ കളിക്കണേ? ഇല്ല. ഫുട്ബോൾ കളിക്കാം, ഹലാലാണ്. ഞാൻ ഫുട്ബോൾ കളിക്കല്ലേ. നിസ്കാരത്തിൻ്റെ സമയം 1 പോയി, 2 പോയി, 3 പോയി, അങ്ങനെ കളിക്കണമല്ലോ അവിടെ. അപ്പം മുബാഹല്ലേ ഫുട്ബോൾ കളി? പിശാച് എന്ത് ചെയ്തു? കളി കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ് നിസ്കരിക്കാം. ഞങ്ങൾ ആദ്യം ഒരു കാലടി, അടുത്ത കാലടി, ഇത്തിക്കണ്ണി വരുന്നത് പോലെ ഈ ഇത്തിക്കണ്ണി അല്ലെങ്കിൽ കളകൾ കൃഷിയെ നശിപ്പിക്കുന്നത് പോലെ ചെറുതൊക്കെ ഇപ്പം നമ്മൾ മൈൻഡ് ചെയ്യുമോ? ചെറിയ കളകളൊക്കെ ഇല്ല, മൈൻഡ് ചെയ്യില്ല. ശരിയായ കൃഷിക്കാരൻ മൈൻഡ് ചെയ്യും. എല്ലാ ദിവസവും നോക്കിയിട്ട് പറിച്ചിടുവാൻ. ഓൻ്റെ വായ്മ കായുണ്ടാവും, അല്ലാത്തവൻ്റെ ചെള്ളിച്ചെന്ന പോലെ കൂരലും ഉണ്ടാവും. അതാ വ്യത്യാസം ഉണ്ടാവുക. നല്ല പഴം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല വളം കൊടുക്കണം, അതേപോലെ കളകൾ നീക്കും വേണം. അല്ലെങ്കിൽ ഈ പിശാച് എന്ത് ചെയ്യും? മനസ്സിലാണ്ട് നിങ്ങൾക്ക് എൻ്റെ സൂത്രം? ഇതേപോലെയാണ് വിശ്വാസി സമൂഹത്തെ ഈ ഇത്തിക്കണ്ണി മാവിനെ നശിപ്പിക്കുന്നത് പോലെ, കൃഷിയെ കളകൾ നശിപ്പിക്കുന്നത് പോലെ നാം അറിയാതെ, ആ മാവറിയാതെ, ആ വിശ്വാസി അറിയാതെ ആ വിശ്വാസിയെ എല്ലാം നശിപ്പിക്കും. ഏത് പൈശാചികമായ ഹുത്തുവാത്തുകൾ. അതുകൊണ്ട് അള്ളാഹു തആല ഒരു ഹുത്തുവത്ത് എന്ന് പറയാത്തെ ലാ തത്തബിയു ഹുത്തുവത്ത് ശൈത്താൻ എന്നല്ല പറഞ്ഞത്, ഹുത്തുവാത്തി ശൈത്താൻ. ആലോചിച്ചു നിങ്ങളെ. അപ്പൊ പിശാചിന് ഒരു പ്ലാനാ ഉള്ളത്, ഒരു കാലടിയല്ല അല്ല. ഒന്നാട് കഴിയുമ്പം മറ്റേലേക്കാട് പോകും. അത് ചിലപ്പം ആദ്യം വരിക ഹലാലായ കാര്യം നമ്മളിങ്ങനെ ചെയ്യും, മുബാഹായ കാര്യം നമ്മൾ ചെയ്യും. ആ മുബാഹായ കാര്യം ചെയ്യുമ്പം പിശാച് എന്ത് ചെയ്തും അങ്ങനെ വിപുലീകരിച്ച് ഇങ്ങനെ കാണിച്ചു തരും നമുക്ക്. അത് ഏത് കാര്യമാവട്ടെ, നിങ്ങളൊരു മുബാഹ് എടുത്ത് നോക്കി, ഒരു മുബാഹായ കാര്യം അത് വിപുലീകരിച്ച് ഇങ്ങനെ കൊണ്ടുപോകും പിശാച്. രണ്ടാമത്തത് ചിലപ്പോൾ പിന്നെ സമാനതകളുണ്ടാവും. ഹറാമാണോ ഹലാലാണോ രണ്ടും പറയാം, അതിൻ്റെ ഇടയിൽ തുല്യമാണത്. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടാവും. അവിടെ പിശാച് എന്ത് ചെയ്യും? ആദ്യത്തെ കാലടി വെക്കും, ഒരു ലാഘവത്വം. അതൊന്നും മൈൻഡ് ചെയ്യണ്ടെങ്ങായി, അതൊന്നും അത്ര ശ്രദ്ധിക്കണ്ട. അങ്ങനെ ആ ലാഘവത്വം നമ്മുടെ മനസ്സിലുണ്ടാക്കും.
ഈ ലാഘവത്വം കൂടി വിപുലീകരിച്ച് അതെന്താവും, നമ്മൾ വല്ല ഹറാമിൻ്റെ കൂടെയായിട്ട് പോകും. ആദ്യം ഞാൻ പോകുമ്പം എന്തുണ്ടാവില്ല, എൻ്റെ കൂട്ടുകാരൻ കള്ളുകൂടിയനേക്കാരം, ഞാൻ കള്ളൊന്നും കുടിക്കാൻ പാടില്ല, മുസ്ലിങ്ങൾക്കെതിരാണ്. രണ്ടാമത്തെ ദിവസം പോകും, മൂന്നാമത്തെ ദിവസം പോകും അല്ലേ, മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ആ തുള്ളിയാക്കിയിട്ട് വെള്ളം കുടിച്ചോ അറിയാം. ആദ്യം വെള്ളക്കാരൻ തന്നെ ഒത്തിരി അതിൽ കലക്കിയിട്ടുണ്ടാവും. അതിൻ്റെ വെള്ളം നല്ല രസമുണ്ടല്ലോടാ, പിറ്റേന്നും വാങ്ങും. കാരണം ഞങ്ങൾ ഹലാലായ വെള്ളം നമ്മളറിയാതെ പിശാചെന്ത് ചെയ്യും, അതിങ്ങനെ വിപുലീകരിച്ചിട്ട് ഇന്നത്തെ ജ്യൂസ് കച്ചവടം പോലെ. ഇന്നത്തെ ജ്യൂസ് കച്ചവടം കണ്ടില്ല നിങ്ങൾ? കുട്ടികൾ ഇന്നൊരു ഒരു ഷോപ്പിൽ നിന്ന് ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തി അവിടെ നല്ലോ ജ്യൂസ് കുടിക്കും. കാരണം എന്താ, മയക്കുമരുന്നുകളുണ്ട് ജ്യൂസിൽ എന്നാണ് പറയുന്നത്. ആലോചിച്ച് നിങ്ങൾ കണ്ടില്ല നിങ്ങൾ? വാർത്തകളൊക്കെ ഇങ്ങനെ നോക്കുക കുട്ടികളെ. അതുകൊണ്ടാണ് കുട്ടികൾ അവിടേക്ക് തന്നെ പോണേ. വീട്ടിലുണ്ടാക്കിയ ജ്യൂസൊന്നും കുട്ടികൾക്ക് പറ്റൂല. കാരണം എന്താ, അതിൽ അവനറിയാതെ ആ പിശാചിൻ്റെ ഒന്നാമത്തെ കാലടി, രണ്ടാമത്തെ കാലടി, മൂന്നാമത്തെ കാലടി, ഈ ഇത്തിക്കണ്ണി പോലെ അതിൽ നമ്മൾ അകപ്പെടും. അപ്പോൾ ജ്യൂസ് എന്നുള്ള ഹലാലാണ്. അതിലൂടെ എന്ത് ചെയ്യും, നമ്മളറിയാതെ എന്ത് ചെയ്യും, ആ ലാഘവത്വം ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അങ്ങനെ നമ്മളത് പിടികൂടും. പിന്നെ ചിലപ്പോൾ ഉണ്ടാവും നമ്മളൊക്കെ പിന്നെ ചെയ്യാൻ ലജ്ജിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവില്ലേ, നമുക്ക് നാണയക്കാരെ ചെയ്യാൻ, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടാവും. അത് അല്പാൽപമായി ഇങ്ങനെ നമ്മളെന്ത് ചെയ്യും, നമ്മളറിയാതെ നമ്മളിലകപ്പെട്ട് നമ്മളതിന് അടിമയാവുന്ന ആ രൂപവും ഉണ്ടാവും. ഇങ്ങനെയാണ് പിശാച് ആദ്യം ഹലാലായ കാര്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, ഹറാമായ കാര്യത്തിലേക്ക് എത്തിക്കും നമ്മളെ, അല്ലേ? ഓൻ്റെ വലയിൽ ഇങ്ങോട്ടാക്കും. അങ്ങനെ ചിലപ്പം ആ ഹറാമായ കാര്യം വലിയ സബുൽ മുബിക്കാത്ത് പോലുള്ള കാര്യങ്ങളാവും, അല്ലെങ്കിൽ വൻ പാപങ്ങൾ പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഓനവിടുന്ന് ഇങ്ങോട്ട് പിന്നോട്ട് വരാൻ സാധിക്കൂലെന്ന. ഈ ഇത്തിക്കണ്ണി പിടിവള്ളി മുറിക്കുക, ആ മരം ചത്തുവല്ലാതെ അതിന് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല. ആ കൊമ്പ് വെട്ടിയാലേ രക്ഷപ്പെടുള്ളൂ. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ കൃഷിക്കാർക്ക് ശരിക്കും അറിയാം. ആ ഭാഗം അങ്ങോട്ട് ക്യാൻസർ പിടിച്ചേക്കാം, കാലിന് ക്യാൻസർ പിടിച്ചാൽ എന്താ ചെയ്യാ, ആ കാലട് മുറിച്ചിടണം. ആ രൂപത്തിലായി എത്തിക്കണി. ഇതേപോലെ പിശാച് എന്ത് ചെയ്യും, പിടിമുറുക്കിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാന്റെ പ്രയോഗം നോക്കി നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്, അതിനെ പിൻപറ്റരുത് എന്നാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്താണ് ഈ പദപ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. 4 സ്ഥലത്തെ ആകെ ഖുർആനിലുള്ളൂ. ഏത്? ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ എന്ന് പറഞ്ഞു. അതിൽ 2 സ്ഥലത്തും എന്തിനെ പറ്റിയാ പറയണത്? ഭക്ഷണത്തിന്റെ കാര്യത്തെ പറ്റിയാ പറയണത്, അല്ലേ? എന്താ ഭക്ഷണത്തിന്റെ? യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. പിന്നെന്താണ്? വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അല്ലേ? സൂറത്തു ബക്കറയിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെ അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളെ വിളിച്ചിട്ടാ പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർള്, ഭൂമിയിലുള്ളതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. എന്ത്? ഹലാലും തൊയ്യിബായത് ഭക്ഷിക്കണം കേട്ടോ. ആരോടാ പറയണത്? വിശ്വാസികളോട് മാത്രം? എല്ലാരോടും അല്ലാഹ് പറയാ. എന്നിട്ട് പറയണ എന്താ? വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. അവിടെ അല്ലാഹ് പറഞ്ഞത് ഖുതുവാതി ശൈത്താൻ പിൻപറ്റരുത്. മറ്റേടെ സ്ഥലത്ത് അല്ലാഹു പറയുന്നത് കുലൂ മിമ്മാ റസഖക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് റിസ്ക്കായി നൽകിയ ഭക്ഷണമായി നൽകിയ അത് നിങ്ങൾ ഭക്ഷിച്ചോളിട്ടോ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന് അവിടെയും പറഞ്ഞു കാണാം. അത് സൂറത്ത് അൻആമില. അപ്പോൾ 2 സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ഭക്ഷണത്തിന്റെ കാര്യമാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് ഇവിടെ പറയണതോ, ഇവിടെ പറയണ എന്താ? ഇവിടെ ഇപ്പം ഏത് വിഷയത്തിലാണ് പറഞ്ഞത്? ഫഹ്ശാൽ, മോശമായ പ്രവർത്തനങ്ങൾ, അല്ലേ? സിന പോലുള്ള, വ്യഭിചാരം പോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പിൻപറ്റരുത് എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് ഇസ്ലാമിക ശരീഅത്ത് നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കണം, അവിടെയാണ് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്ത്
പൂർണ്ണമായി സ്വീകരിക്കണം. എന്താ തെളിവ്? യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ എന്ത് ചെയ്യണം? പരിപൂർണമായിട്ട് ഇസ്ലാമിൽ പ്രവേശിക്കണം. പിന്നെ വലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് അവിടെ പറയുന്നത് കാണാം. ഇന്നഹു ലക്കും അദുവും, അവിടെയൊക്കെ കാണാം വ്യക്തമായ ശത്രുവാണ് കേട്ടോ പിശാചി എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ടാണ് ആയത്ത്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുസ്താല ലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ എന്ന് പറഞ്ഞ 4 രംഗങ്ങൾ പരിശോധിക്കുമ്പോൾ ആ 4 ആയത്തിലുമായി 2 ആയത്തിൽ അള്ളാഹുത്താല പ്രാധാന്യം നൽകിയത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പം എന്തോ ഒരു ഹിക്മത്തുണ്ടാവില്ലേ അല്ലേ? ആ ഭക്ഷണത്തെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹുത്താല വിശ്വാസികളോട് മാത്രമല്ല പറഞ്ഞത്, ആരോടും കൂടിയാണ്? ലോകത്തുള്ള മുഴുക്ക ജനങ്ങളോടും കൂടിയാണ്. അപ്പം എന്താ ഭക്ഷണം? എന്താ ഇപ്പം ഭക്ഷണത്തെ മാത്രം എടുത്ത് പറയാം കാരണം, താമിനെ മാത്രം എടുത്ത് പറയാൻ കാരണം എന്തൊക്കെ ഉണ്ട്? മനുഷ്യന് ജീവിക്കണമെങ്കിൽ വെറും ഭക്ഷണം മതിയോ? വായു വേണ്ടേ? വായു വേണ്ടേ? ആ വായു, ആ ശ്വസിക്കണ തനഫുസിനെ പറ്റി പഠിച്ചവൻ പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല. വെള്ളം കുടിക്കണ്ടേ? ആ വെള്ളവും പറഞ്ഞില്ല. മറിച്ച് ഭക്ഷണ കുലു എന്താണ് ആയത്ത്? കുലു മിമ്മാ റസഖക്കുമുല്ലാഹ് അല്ലേ? അള്ള റിസ്ക്കായി നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. ആ ഭക്ഷണത്തെ പറ്റി എന്താ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം? അവിടെ ഒരു സൂത്രമുണ്ട്. ഈ ശ്വസിക്കാൻ നമ്മൾ വലിയ അധ്വാനം വേണം. നിങ്ങളിപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടാ അപ്പം നിങ്ങൾ വായു ശ്വസിക്കണത്? അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പിന്നെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കുവൈത്തേക്ക് വന്നതുകൊണ്ടാണ് നിങ്ങൾ വായു ശ്വസിക്കണത്? അല്ല. എവിടെ പോയാലും അള്ളാഹുവിൻ്റെ വായു വിശാലമാണ്. ഒരാൾക്കും അത് തടഞ്ഞു വെക്കാൻ സാധ്യമല്ല. തടഞ്ഞു വെക്കാൻ കഴിയുമോ? ഇല്ല, ഒരാൾക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല. തമിഴ്നാട്ടുകാരന് വെള്ളം തടഞ്ഞു വെക്കാൻ കഴിയും, പക്ഷേ വായു തടഞ്ഞു വെക്കാൻ കഴിയില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വെള്ളവും അതേപോലെ തന്നെ എന്താണ്? അള്ളാഹിൻ്റെ ഭൂമിയിൽ വിശാലമായിട്ടുണ്ട്, അതും ഒരാൾക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല. എന്നാൽ ഭക്ഷണം അങ്ങനെയല്ല. ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം എനിക്കവിടെ കഴിക്കണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ഭാഗത്തു നിന്ന് അധ്വാനം വേണം, പ്രയത്നം വേണം. ഞാൻ അധ്വാനിക്കണം. അധ്വാനിച്ചാലേ ഭക്ഷണം കിട്ടുള്ളൂ. മനസ്സിലാണ്ടോ നിങ്ങൾക്ക് എൻ്റെ സൂത്രം? മനസ്സിലാണ്ടോ? അപ്പോൾ പിശാചിന് ഈ വായുവിൻ്റെ പിന്നാലെയൊന്നും പോയി പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിൻ്റെ പിന്നാലെയും വല്ലാതെ പോണ്ട. പിശാചി ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് മനുഷ്യൻ്റെ ഭക്ഷണം. കാരണം എന്താ? മനുഷ്യന് ഒരുപാട് ദാഹങ്ങളും ആഗ്രഹങ്ങളും കൊതികളും ഉണ്ടാവും. അതിൽപ്പെട്ട മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാഹം, ഒരു കൊതിയാണ് ഭക്ഷണത്തോടുള്ള ആ കൊതി, ഷഹ്വത്ത് അല്ലേ? അതേപോലെ ലൈംഗികമായ കൊതി. ഈ 2 കൊതികളുമാണ്, ലൈംഗികമായ കൊതികളും ഭക്ഷണത്തോടുള്ള കൊതിയുമാണ് മനുഷ്യനെ ഏറ്റവും തെറ്റുകൾ ചെയ്യാൻ വിശാലമായ മേഖലകൾ ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടി അല്ലേ? അതിൽ തന്നെ ലൈംഗികമായി ഇപ്പം എനിക്കത് ചെയ്തില്ലെങ്കിലും ഞാൻ പിടിച്ചു വെക്കും, അത് വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് പിടിച്ചേക്കാൻ പറ്റും ആ ശൈവത്തിന്. എന്നാൽ 2 ദിവസം എനിക്കൊരു സാൻഡ്വിച്ച് കിട്ടിയില്ലെങ്കിലോ, നിങ്ങളെ ഞാൻ തിന്നും അല്ലേ? മനുഷ്യൻ എന്താണോ കാണുന്നത്, ഒരു ചരിത്രത്തിലെവിടെയോ പറയുന്നുണ്ട്, സ്വന്തം മകനെപ്പോലും, മരിച്ച മകൻ, ആ മകനെപ്പോലും തിന്ന ഇതൊക്കെ ഉണ്ടല്ലോ. അള്ളാഹു ആലം, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പം മനുഷ്യൻ വിശന്നാൽ, ആ വയറിൻ്റെ ദാഹം, ആ വിശപ്പ് കണ്ടാൽ എന്താ കിട്ടിയെടുത്തടുത്ത് തിന്നുന്നാ ആലോചിക്കും. അതൊരു സത്യമാണ്. അത് മാത്രം അവന് സഹിക്കാൻ കഴിയില്ല. എന്നാൽ പെണ്ണിട്ടിയില്ലെങ്കിലും അങ്ങനെയൊക്കെ അങ്ങനെ പോയിക്കോളും, ആടുങ്ങോട്ടൊക്കെ ആടി പാടി അങ്ങനെ പോവും. പക്ഷേ വയറ്, അതിൻ്റെ ദാഹം, അതിൻ്റെ ആഗ്രഹം, അത് ശമിപ്പിക്കാൻ മനുഷ്യന് സാധ്യമല്ല, മരണത്തിനല്ലാതെ എന്നാ. അപ്പം ആലോചിച്ച് നോക്കുങ്ങൾ. അതുകൊണ്ട് പിശാചി വേഗം അതിൻ്റെ കാൽപ്പാടുകൾ, അതിൻ്റെ പ്രേരണ വരിക ഏത് മേഖലയിലൂടെയാണ്? മനുഷ്യൻ സമ്പാദിക്കുന്ന ഭക്ഷണത്തിലാണ്. ഭക്ഷണത്തിൻ്റെ മേഖലയിലാണ് എന്തുണ്ടാവുക? പിശാചി ഇടപെടുക അല്ലേ? രണ്ടാമത് പിശാചി ഇടപെടുന്നത് ലൈംഗികമായ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും കൊതികളിലുമാണ് പിശാചി അകപ്പെടുന്നത്. അപ്പം നമ്മുടെ വിഷയം, അള്ളാഹു താല
ലാ തത്തബിയു ഖുത്തുവാത്തി ശൈത്താൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ 4 ഇടങ്ങളിലും 2 ഇടത്ത് ഭക്ഷണത്തെപ്പറ്റി ഇത്ര ഗൗരവത്തോടു കൂടി പറയാനുള്ള കാരണം പിശാചിന് ഏറ്റവും കൂത്താടാനുള്ള ഏറ്റവും വിശാലമായ മേഖലയാണ് മനുഷ്യൻ്റെ ഭക്ഷണ സമ്പാദന മേഖല എന്ന് പറയുന്നത് അല്ലേ. നല്ല ഉണ്ടാക്കിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പം ഉണ്ടാക്കിക്കോ അല്ലേ, ഇപ്പം ഞാൻ ഹറാമ് നോക്കണ്ട, പിന്നെ നമുക്കൊരു ഹജ്ജാട് ചെയ്യാം, അങ്ങനെ പറയുന്ന പാർട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടി. ആട് ഉണ്ടാക്കിയങ്ങായി പിന്നെ അവസാനം പോകുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ഉംറയും ചെയ്തായിട്ട് പോവാം നമുക്ക് എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. എന്നോടൊക്കെ അങ്ങനെ പറഞ്ഞ ഓരോരുത്തർ. അപ്പോൾ ആലോചിച്ച് നോക്കേണ്ടി. അപ്പോൾ അതൊരു വിശ്വാസമാണ് ആളുകൾ അല്ലേ. ഉണ്ടാക്കുമ്പം ഹലാലും ഹറാമും നോക്കേണ്ടിയില്ല, എവിടുന്നാ കിട്ടണമൊക്കെ പിടിച്ചു വലിച്ച് ഗീസലാക്കി ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ പിശാചിൻ്റെ പ്രേരണയാണത് അല്ലേ. ഇത് ഈ മേഖല അല്ലെങ്കിലോ ഒക്കെ ചെലവഴിച്ചാൽ എന്തുണ്ടാവും, പട്ടിണിയാവും അല്ലേ എന്നിങ്ങനെ മനുഷ്യനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും പിശാച്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ മേഖലയാണേത്, ഭക്ഷണത്തിൻ്റെ മേഖല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്ത് അത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം. ഏത് പ്രത്യേകം, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ. എന്തേ പഠിച്ചോ ഹലാലൻ ത്വയ്യിബ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്? ഹലാലും ത്വയ്യിബുമല്ലാത്ത, ഹലാൽ എന്ന് പറഞ്ഞാൽ ശറഈയായിട്ട് അനുവദിച്ച ഭക്ഷണം അല്ലേ. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ മനുഷ്യന് ഗുണകരമായ ആ രൂപത്തിലുള്ള ഭക്ഷണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, മനുഷ്യൻ്റെ ശരീരത്തിന് യോജിക്കാത്ത ഭക്ഷണം ഉണ്ട് അല്ലേ. ഇപ്പം പന്നിയിറച്ചി തിന്നാൻ പറ്റും, ത്വയ്യിബാണ്, നാവിനൊക്കെ നല്ല രുചി ഉണ്ടാവും, പക്ഷെ എന്തല്ല, ഹലാലല്ല. അപ്പം അങ്ങനത്തെ തിന്നാൽ എന്തുണ്ടാവും, രോഗം ഉണ്ടാവും. ആരെ വിളിച്ചിട്ട് അള്ളത് പറയണത്? ജൂത ക്രിസ്ത്യ വിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം വിളിച്ചുകൊണ്ടാണോ? ലോകത്തുള്ള എല്ലാ ജാതി മതക്കാരോടോ പറയണത് അല്ലേ. നിങ്ങൾ ഹലാലായതും ത്വയ്യിബല്ലാതെ ഭക്ഷിക്കരുത്, അത് തിന്നാ എന്തുണ്ടാവും, അത് നിങ്ങൾക്ക് അപകടം വരുത്തും എന്നതിനുള്ള. എന്നിട്ട് പിന്നെ പറയാ ഇത് ഭക്ഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കണം എന്താ, പിശാചാണ് കേട്ടോ. ലാ തത്തബിയു ഖുത്തുവാത്തി ശൈത്താൻ, പൈശാചിക പ്രേരണയാണത് അത് നിങ്ങളെ ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കണത് എന്ന് അല്ലാഹു തആല അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. പിന്നെ മറ്റൊന്ന്, ഈ ഭക്ഷണവും മനുഷ്യൻ്റെ സ്വഭാവവുമായിട്ട് എന്തുണ്ട്, വലിയ ബന്ധമുണ്ട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് എൻ്റെ സ്വഭാവം അതിൽ നിന്ന് രൂപപ്പെടുന്ന, അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി അല്ലേ. ഞാൻ നല്ല മാംസം തന്നെ തിന്നുകയാണെങ്കിൽ എന്താ, ഒരു പക്ഷേ ഞാൻ വലിയ ഭീകരജീവിയൊക്കെ ആവാൻ സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് സയൻറ്റിഫിക്കലായിട്ട് തന്നെ അത് സെർച്ച് ചെയ്യാനൊന്നും എനിക്കറിയില്ല, പഠിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്കാം. അവർ പറയണത് എന്താണ്, ആ ഒരു സ്വഭാവം എന്തിനും എടുത്തു ചാടുക, പെട്ടെന്ന് ഇതാവുക, കച്ചറ ഉണ്ടാക്കുക, കൊല ചെയ്യുക, ഇത്തരം കാര്യങ്ങളിൽ. അപ്പം മനുഷ്യൻ്റെ ഭക്ഷണവും മനുഷ്യൻ്റെ സ്വഭാവവും തമ്മിൽ അഭേദ ബന്ധമുണ്ട്. അതൊക്കെ ഒരു കൃത്യമായ രൂപത്തിൽ പോകുമ്പോൾ അവൻ്റെ സ്വഭാവവും നന്നാവും, അവൻ്റെ ശരീരവും നന്നാവും. അപ്പം അള്ളാൻ്റെ പ്രയോഗം നോക്കി നിങ്ങൾ, അമിതമായി ഭക്ഷിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതും ഈ പൈശാചിക സ്വഭാവം തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ലാ തത്തബിയു ഖുത്തുവാത്തി ശൈത്താൻ എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം. ഈ ഭക്ഷണം അങ്ങോട്ട് അകത്ത് ചെല്ലുമ്പോഴാണ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മഅസിയത്ത് ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നല്ല രുചിയുള്ള ഭക്ഷണമാണ് കള്ള്, സപ്പോസ് അല്ലേ. അതിന് രുചിയുള്ളതാ അറിയില്ല, ചമർപ്പ ഏറ്റവും കുട്ടി സാമ്പിളൊക്കെ ഇല്ല, മിസ്കിൻ. ഓക്കെ, എന്നാൽ സാമ്പിൾ വെക്കണ്ട കേട്ടോ. അപ്പോൾ നല്ലതാ, കാരണം ദുനിയാവൊന്നും അറിയില്ല, നല്ല സുഖ, സ്വർഗത്തിലോ കുറച്ചു നേരം ആലോചിച്ച് നോക്ക് നിങ്ങൾ. പക്ഷെ അതുകൊണ്ടുണ്ടാണ് വിപത്തോ, അതുകൊണ്ടുണ്ടാണ് വിപത്ത് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹു ത്വയ്യിബല്ലാതെ നിശ്ചയിച്ച ആ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ മുന്നിലുള്ളത് എൻ്റെ ഉമ്മയാണോ എന്നൊന്നും ഞാൻ നോക്കൂല, നാക്കാലികളെപ്പോലെ ഞാൻ പെരുമാറും. അതാണ് സ്വഭാവത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്,
മനുഷ്യൻ ഈ ഖുത്വാത്ത് ഷെയ്ത്താൻ പിന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് മനുഷ്യനിലേക്ക് വരുന്ന ഒരു രംഗം, ആ ഭക്ഷണത്തിന് വേണ്ടി സമ്പാദിക്കുന്ന രംഗത്താവും ഒരു രംഗം വരുന്നത്. രണ്ടാമത്തെ രംഗം ഹറാമായ ഭക്ഷണം പിശാച് മോടിയാക്കി കാണിച്ചു കൊടുക്കും. ഒന്ന്, സമ്പാദിക്കുന്നിടത്ത് പിശാച് എന്ത് ചെയ്യും? മോടിയാക്കി കാണിച്ചു കൊടുക്കും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, സക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യുതീലു സഫറ, ഒരു യാത്ര, നീണ്ട യാത്ര കഴിഞ്ഞ് വരികയാണ് അയാൾ. അശ്അസ അഗ്ബറ യമുദ്ദു യദൈഹി ഇല സമാ, അല്ലേ? അയാളെ മുടിയൊക്കെ എന്തുണ്ട്? ജട പിടിച്ചിട്ടുണ്ട്. പിന്നെ യാത്രയുടെ എല്ലാ അടയാളങ്ങളും അയാളുടെ ശരീരത്തിലൊക്കെ ഉണ്ട്. അയാൾ വന്നിട്ട് യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞ കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ അയാളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു എങ്ങനെ ഉത്തരം നൽകൂല എന്നുള്ളതിന് റസൂലുള്ള ഒന്നാമത് പറഞ്ഞ കാര്യം എന്താ? വമത്അമുഹു ഹറാം, അല്ലേ? അയാൾ ഭക്ഷണം കഴിച്ച ആ രീതി, ആ ഭക്ഷണത്തിൻ്റെ രൂപം ഹറാമാണ്, അല്ലേ? അയാളുടെ ഭക്ഷണം, അകത്തേക്ക് ചെന്ന ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അയാളുടെ പാനീയം, അയാൾ കുടിച്ച വെള്ളം ഹറാമിൻ്റെ മാർഗത്തിലാണ്. വമൽബസുഹു ഹറാം, അയാളുടെ ഇട്ടെടുത്ത വസ്ത്രം ഹറാമാണ്. വഹുദ്ദിയ എന്താണ്? ബിൽ ഹറാം, അയാളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന പോഷകങ്ങളൊക്കെ അതെന്താണ്? ഹറാമിൻ്റേതാണ്. പിന്നെ എങ്ങനെയാണ് ഫഅന്നാ യുസ്തജാബു ലഹു എന്ന് അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ നോക്കി നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പറഞ്ഞ കാര്യം അയാളുടെ ഭക്ഷണമാണ് അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ തടഞ്ഞു നിൽക്കാനുള്ള കാരണം എന്നാണ്. അപ്പം ഭക്ഷണം മനുഷ്യൻ്റെ സ്വഭാവത്തിലും വലിയ മാറ്റം, മനുഷ്യൻ്റെ പ്രാർത്ഥന വരെ തടയാൻ ആ ഭക്ഷണം കാരണമാകും. അപ്പം അത് ഹറാമിൻ്റെ രൂപത്തിലാണെങ്കിൽ എന്നാ. രണ്ടാമത്തൊന്ന്, പിന്നെ ചില ഭക്ഷണങ്ങൾ പിശാചിങ്ങനെ മോടിയാക്കി കാണിച്ചു കൊടുക്കും. എങ്ങനെ മോടിയാക്കി കാണിച്ചു കൊടുക്കണത്? ഇപ്പോൾ പന്നിയിറച്ചി അതേപോലുള്ള നല്ല ടേസ്റ്റേക്കാരത്, അമിതമായ സ്വാദുണ്ടാവും, അല്ലേ? അപ്പോൾ ഒരു കഷ്ണമല്ലേ, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അടുത്ത ഒരു ചെറിയ പീസല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം നമ്മളത് കഴിക്കും. അങ്ങനെ ഓരോ പിന്നെ പിശാച് എന്ത് ചെയ്യും? അടുത്ത കഷ്ണം, പിന്നെ അടുത്ത കഷ്ണം, അവസാനം നമ്മളെന്ത് ചെയ്യും? അതിന് നമ്മൾ അഡിക്റ്റായി മാറുന്ന ഒരു രൂപം വരും. ഈ രൂപത്തിലും പിശാച് നമ്മെ പിടികൂടും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന കാണാം, ഫഇന്നമ ഉദിന ലിന്നാസി അൻ യകുലു മിമ്മാ ഫിൽ അർദി ബിശർത്തൈൻ, ഭൂമിയിൽ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക്കായി നൽകിയതിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന 2 നിബന്ധന വേണമെന്നാ. ഏതാണ് ആ നിബന്ധന? അൻ യകൂന തയ്യിബൻ, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾ ഭക്ഷിച്ചോളി എന്ന് പറഞ്ഞാലും ആ 2 നിബന്ധനകളോട് കൂടിയേ നിങ്ങൾ ഭക്ഷിക്കാവൂ. ഏത്? 1 തയ്യിബാവണം, 2 ഹലാലുമാവണം. എങ്കിലേ നിങ്ങൾക്ക് അല്ലാഹു തആല അത് അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിനും നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഉണ്ടാവും, ബനു ഇസ്രായേൽക്കാരോട് അല്ലാഹു തആല ഒരു ദിവസം മീൻ പിടിക്കരുത് അറിഞ്ഞില്ലേ, അല്ലേ? സബ്തിൻ്റെ ദിവസം മീൻ പിടിക്കരുതാണ്. അവരന്ന് മീൻ പിടിച്ചോ? ഇല്ല. പക്ഷെ അവരെന്ത് ചെയ്തു? ആ മീനൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു ഇതിലാക്കിയിട്ട് പിറ്റേ ദിവസം അവർ പിടിക്കുകയാണ്. ആലോചിച്ച് നോക്കുക ഈ രൂപത്തിലും. അപ്പോൾ ഇങ്ങനെ ചില രംഗങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ കുവൈത്തിലെ റോഡൊക്കെ കണ്ടില്ല നിങ്ങൾ? റോഡ് എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം? ഒരു 3 കൊണ്ടുപോയ ഓക്കെ. ഇതിപ്പം ഒരു ട്രാക്ക്, ഇങ്ങനെ 2-3 ട്രാക്കൊക്കെ ഉണ്ടാവൂലേ, അല്ലേ? ഒന്നിത് ഉണ്ടാവൂലേ? ആ റോഡിൻ്റെ സൈഡിന് കണ്ടില്ല നിങ്ങൾ? ചെറിയൊരു ഏരിയ, അതിലൂടെ വണ്ടി ഓടിക്കുമോ? ഇല്ല. അതിലൂടെ നടക്കാൻ പറ്റുമോ? ഇല്ല. രണ്ടും പറ്റൂല. എന്താ അപ്പം അതിലൂടെ നടന്നാൽ അഥവാ വണ്ടിയോട് ഓടിച്ചാൽ എന്താ എന്തുണ്ടോ? ചിലപ്പോൾ ഫൈൻ കിട്ടും കണ്ടാൽ. ഇനി കണ്ടില്ലെങ്കിലോ ഫൈനൊന്നും കിട്ടൂല. പക്ഷേ ആ സ്ഥലം പിന്നെ അവിടേക്ക് നമ്മൾ അടുക്കാൻ പാടില്ല. ആ സ്ഥലം അങ്ങനെ പിന്നെ ഹറാമാണോ വെച്ചാൽ ഹറാമല്ല, ഹലാലാണോ വെച്ചാൽ ഹലാലുമല്ല. അങ്ങനെയുള്ള ചില രംഗങ്ങളുണ്ടാവും. ഹറാമ് ചെയ്തോ വെച്ചാൽ ഹറാമല്ല. അപ്പം ഉദാഹരണമായിട്ട് ഇതിപ്പം എൻ്റെ അതിരാ,
അത് അതിൻ്റെ അപ്പുറത്തുള്ള ഷൗക്കത്തിൻ്റെ അന്ന് കൂട്ടുക. ഞാൻ ഇപ്പം എൻ്റെ ആടിനെ ഇവിടെ വരെ കൊണ്ടുവന്നു. പിന്നെ ചിലപ്പോൾ ആട് എന്ത് ചെയ്യും, ആ വേലി തുറന്ന് അങ്ങോട്ട് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഏറ്റവും സൂക്ഷ്മതയ്ക്ക് കാരണം ഈ അതിരിലേക്ക് കൊണ്ടുവരാതിരിക്കലാണ്. അങ്ങനെയുള്ള ജീവിതത്തിലെ ചില രംഗങ്ങളുണ്ടാവും. ഹറാമാണോ ചോദിച്ചാൽ ഹറാമാണെന്ന് പറയാൻ പറ്റില്ല, ഹലാലാണെന്ന് ചോദിച്ചാൽ ഹലാലാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ജീവിതത്തിലെ രംഗങ്ങളിൽ സൂക്ഷ്മത പാലിക്കലാണ് ഏറ്റവും നല്ലത്. പിശാജ് എന്ത് ചെയ്യും, ഇവിടെ വരും പിശാജ്. ഇജ്ജ് ഇതിലൂടെ നടന്നെങ്ങായി അപ്പളേക്കാരം ഏതെങ്കിലും കള്ളുടെയും വണ്ടിയേറ്റാട് അതാ വണ്ടിയേറ്റ് എന്ത് ചെയ്യണത്, ഓൻ്റെ മേലൂടെ കയറ്റണം. അതുകൊണ്ട് അതിലൂടെ നടക്കരുത് പറഞ്ഞത്, അതിലൂടെ നടക്കരുത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില, ഇപ്പോൾ അത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ ചില മേഖലകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. ജൂതന്മാർക്കൊക്കെ ബനു ഇസ്രായേൽക്കാർക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ രൂപത്തിലുള്ള കാര്യമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ അല്ലാഹു തആല പറയുന്നത്, എല്ലാത്തിനും അല്ലാഹു തആല ഒരു പരിധി വെച്ചിട്ടുണ്ടല്ലോ. ആ പരിധി കടക്കാൻ പാടില്ല. ആ പരിധിയിലേക്കട് ചവിട്ടിയാൽ പിന്നെന്താ ഉണ്ടാവുക, തിൽക ഹുദൂദുല്ലാഹ്, പിന്നെന്താണ്, ഫലാ തഖ്റബൂഹ. അത് അള്ളാഹു വെച്ച പരിധികളാണ്. ആ പരിധി എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വിട്ടുകടക്കാൻ പാടില്ല. പിശാജ് പിന്നെ ഈ ഇതിനെന്താ നിങ്ങൾ പറയാം, സുരക്ഷാ മേഖല. ആ വേലിക്കെട്ടിന് എന്താ നിങ്ങൾ പറയാം, ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി ഓടാത്തൊരു സ്ഥലമല്ലേ, അത് സുരക്ഷാ മേഖല എന്നാണ് അതിന് പറയാം. ആ സുരക്ഷാ മേഖലയിലേക്ക് പിശാജ് നിങ്ങൾ അതിലൂടെ നടന്നു പോയിക്കോളി, അതിലൂടെ പോയിക്കോളി എന്ന് പിശാജ് നമ്മളെങ്ങനെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അതിലൂടെ നടന്നു പോകണ ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഇഷ്ടമുണ്ടോ, നിയമപാലകർക്ക് ഇഷ്ടമുണ്ടല്ലോ, ഉണ്ടോ, ഇല്ല. അതുകൊണ്ടാവൂല അവിടെ വേലി കെട്ടിയേ. പക്ഷെ നമ്മളെന്ത് ചെയ്യും, നിങ്ങൾ അതിലൂടെ പോയിക്കോളി, എന്നാൽ വണ്ടിയൊക്കെ ഇങ്ങനെ കാണാലോ എന്ന് വിചാരിക്കും. അത് ഈ സുരക്ഷാ മേഖലയിലൂടെ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അത് റൂട്ടായി സ്വീകരിക്കാൻ പാടില്ല. ആ കാരണമായിരിക്കും ഞാൻ ഹറാമിലേക്ക് വരാം. ഇന്നത്തെ കാലഘട്ടം പറയേണ്ടതില്ലല്ലോ. നമ്മളെ കയ്യിലൊരു സാധനമല്ലേ, എന്താണ് മൊബൈൽ, അതിൽ കുറേ വേറെ ഫേസ്ബുക്ക് അങ്ങനെ കുറേ ഇതില്ലേ, അതായിട്ട് മറിച്ച് ഞങ്ങൾ ആദ്യം കാണുന്നതാ ഇവിടുത്തെ ഖുർആൻ ക്ലാസ്സാ, അന്നല്ല ആണോ? എല്ലാ കാണാൻ പറ്റാത്ത ആദ്യം കാണിച്ചു തന്നിട്ട് എൻ്റെ ഖുർആൻ ക്ലാസ് നിങ്ങൾക്ക് ഒരു കാണിച്ചു തരുള്ളൂ. നിങ്ങൾ നോക്കിയാൽ ഏത് പണ്ഡിതൻ്റെ ക്ലാസ് എടുത്ത് നോക്കിയാലും ആദ്യം നിങ്ങളെ എന്തോ ഒന്ന് ആ സുരക്ഷാ മേഖലയിലൂടെ ഇങ്ങനെ ചുറ്റിക്കും, എന്നിട്ടാണ് ആ ക്ലാസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക, അല്ലേ? ഇതാണ് ഇന്നത്തെ ഈ സംവിധാനം, ആ സംവിധാനം. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ അത് എന്ന് പറഞ്ഞത്. അവിടേക്ക് നിങ്ങൾ അടിക്കരുത്. അടുത്താൽ പിന്നെ പിശാചുങ്ങളെങ്ങ ചുറ്റി കൊണ്ടുപോകും. അത് ചിലപ്പോൾ ഒരു പുസ്തകമായേക്കാം, ഫേസ്ബുക്ക് ആയേക്കാം, യൂട്യൂബ് ആയേക്കാം, മറ്റെന്തെങ്കിലും മീഡിയകളായേക്കാം, അല്ലേ? ചിലപ്പം ചില സ്നേഹിതന്മാരും അങ്ങനെ ഉണ്ടാവും. എങ്ങനെയാണ് ആ സ്നേഹിതന്മാർ? ആ സ്നേഹിതൻ നിസ്കരിക്കാത്തവനാവും, മറ്റുള്ള ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും നമ്മളപ്പം ഉണ്ടാവും. ഫുട്ബോൾ കളിക്കാനും ടൂറ് പോവാനും എല്ലാത്തിനും, എല്ലാ സാമൂഹ്യ പ്രവർത്തനത്തിനും കല്യാണത്തിനൊക്കെ ഉണ്ടാവും, അല്ലേ? എനിക്ക് പിന്നെ നിസ്കരിക്കാം, ഇതൊന്ന് പിടിച്ചങ്ങായി ആ പന്തലൊരു കുഞ്ഞാടും എന്നൊക്കെ പറയും നമ്മൾ ഓനെ. ഓടുകൂടി അന്നത്തെ നിസ്കാരം പോയി, പിറ്റേത്തെ നിസ്കാരം പോയി. ഇങ്ങനെ ആ സ്നേഹിതൻ മുഖേന നമ്മുടെ പിന്നെ നമ്മളെന്ത് ചെയ്യും, ആ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ ആ സ്നേഹിതൻ നമ്മെ ചിലപ്പം ക്ലബ്ബുകളാവും. ക്ലബ്ബ് കണ്ടില്ല നിങ്ങൾ? ഞാൻ നിസ്കരിച്ചിട്ട് ഞാനോട് വരട്ടോ ക്ലബ്ബിൽ കയറി അടിക്കണം. നിസ്കരിച്ചിട്ട് പോവും, സുബിയും ഉണ്ടാവില്ല, ദുഹറും ഉണ്ടാവില്ല അടുത്ത്. അങ്ങനെ എത്രക്കും മക്കളുണ്ട് കണ്ടില്ല നിങ്ങൾ? അപ്പം ഈ ക്ലബ്ബുകളാണ് അവൻ എന്ത് ചെയ്തത്, ഓനെ സുബിസ്കരിക്കാതെ ഉറക്കിക്കടത്തിയത്. അപ്പോൾ ആ ക്ലബ്ബ് ഈ പിന്നെ സുരക്ഷാ മേഖലയാണ്, അവിടേക്ക് പോവരുത് നിങ്ങൾ. അങ്ങനെ ഒരു സ്നേഹിതൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ സ്നേഹിതൻ്റെ കൂടെ നിങ്ങൾ പോവരുത്. അങ്ങനെ ഒരു മേഖല ഫേസ്ബുക്കോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് നിങ്ങൾ വല്ലാതെ സമീപിക്കരുത്. അതാണ് ആ സുരക്ഷാ മേഖല എന്ന് പറയുന്നത്, അല്ലേ? ചിലപ്പം പിക്നിക്കാവും, അല്ലേ? പിക്നിക്കിന് പോകുമ്പോൾ എന്താ, പിക്നിക്കിൽ നമ്മൾ പങ്കെടുക്കും. ആ പിക്നിക്കിൽ ചിലപ്പം ആ പിക്നിക്ക് സംഘടിപ്പിച്ച അതിൻ്റെ ഓണർമാർ എന്തു ചെയ്യും, അതിൽ വേണ്ടാത്ത പാനീയങ്ങൾ ഉണ്ടാവും, കള്ള് മദ്യം ഒക്കെ ഉണ്ടാവും, കുടിക്കേണ്ടി വരും, അല്ലേ? കാരണം നമ്മളോട് പൈസ വാങ്ങിയിട്ടല്ലേ.
അപ്പോൾ പൈസ വാങ്ങിയപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് എറിയാ ഞാൻ കുടിക്കണ്ടേ വിചാരിച്ചവനോട് കുടിക്കും അടിക്കണം. ആലോചിച്ച് നോക്കും നിങ്ങൾ. അത്തരം പിക്നിക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ആണും പെണ്ണൊക്കെ ആവും. ആദ്യമൊക്കെ വേറിട്ടിങ്ങനെ ഇരിക്കും. അടുത്ത ഒരു ഗ്രൗണ്ടിൽ പോയി അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ആണും പെണ്ണൊന്നുമില്ല. കാരണം അവൻ കുടിച്ച വെള്ളം മൂലം ആണും പെണ്ണൊക്കെ മടിയിലും ഊരമ്മലൊക്കെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ എത്ര പിക്നിക്കുകളുണ്ട് ഈ രൂപത്തിൽ. ലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ. കാരണം ഞങ്ങൾ സുരക്ഷാ മേഖലകൾ ലംഘിച്ചുകൊണ്ട് പിശാചതിൻ്റെ കാലടികൾ ഒന്നിങ്ങനെ വെച്ച് നമ്മളെയൊക്കെ ഈ ഇത്തിക്കണ്ണി പിടികൂടുന്നത് പോലെ നമ്മളെ നശിപ്പിക്കും, വിശ്വാസിയായ നമ്മളെ. അതുകൊണ്ടാണ് ലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ എന്ന് പറയാനുള്ള കാരണം. അപ്പം ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ഇവിടെ ഒന്നാമത്തെ ആ ഇത്തിക്കണ്ണിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇത്ര ഗൗരവത്തിൽ നമ്മോട് ഇത് പറഞ്ഞിട്ടത്. ഇനി നമ്മുടെ വൈവാഹിക ജീവിതം എടുത്തു നോക്കി നിങ്ങൾ. പെണ്ണ് കാണാൻ വരുന്ന രംഗം കണ്ടില്ല നിങ്ങൾ? ശൗക്കത്ത് പെണ്ണ് കാണാൻ പോയിനോ അല്ലേ? പെണ്ണ് കാണാൻ പോയത് എന്താ കണ്ട നിങ്ങൾ? അനുവദിച്ച രംഗം ഏതാ? മുഖം, കൈ മാത്രം അല്ലേ? ആവശ്യമുള്ള സംസാരിക്കുകയും ചെയ്യാം. വീട്ടുകാർ തീരുമാനിച്ചു ഒക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഓൻ വരും, എന്തു ചെയ്യും? ആ കണ്ട പെണ്ണിനെയും കൂട്ടി ഓൻ ടൂറാട് പോവും. പിന്നെ അവളെന്താവും? നിക്കാവൊന്നും കഴിഞ്ഞിട്ടില്ല, ഏതായാലും കെട്ടാൻ പോകണല്ലോ, ഓൻ കൊണ്ടുപോയിക്കോട്ടെ അറിയും മാതാപിതാക്കൾ അല്ലേ. ഓൻ കൊണ്ടുപോയിക്കോട്ടെയോ, ഏതായാലും ഇപ്പോൾ അടുത്ത ആഴ്ച അല്ല 1 മാസം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് വിവാഹം നിക്കാഹ് നടത്താല്ലേ അല്ലേ, ഓൻ കൊണ്ടുപോയിക്കോട്ടെ അറിയും. അപ്പം എന്തുണ്ടാവും? ആ പിക്നിക്കോട് കൂടി തന്നെ ഓള് ഗർഭിണിയാവും. പിന്നെ ബനെ കാണൂല, ഏത് രാജ്യത്തേക്കാവും ഞാട്ട് വിട്ടുപോയതെന്ന് അറിയില്ല. അങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പം എന്തേ ഇപ്പം ഇവിടെ രക്ഷിതാക്കൾ എന്തേ ഒന്നാമത്തെ കാലടി വെച്ചത്? നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് എത്ര ഉറപ്പിച്ചതാണെങ്കിലും അവനവൻ്റെ മക്കളെ വിട്ടുകൊടുക്കരുത്, പിശാചി അവിടെ പിടികൂടും എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രംഗങ്ങൾ. അതുകൊണ്ടാണ് വലാ തഖ്റബു സിന എന്നല്ല പറഞ്ഞത് അല്ലേ. സിന ചെയ്യരുതെന്നല്ല, സിനയോട് അടുക്കരുത്. അതാണ് സുരക്ഷാ മേഖല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ. ലാ തത്തബിയു പിശാചിനെ പിൻപറ്റരുത് എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന് പോവരുത് എന്നതാണ്. അപ്പോൾ ചില സംഗതികളിലൊക്കെ പിന്നെ നമ്മൾ ആദ്യത്തെ കാലടിയോട് വെച്ചാൽ പിന്നെ അടുത്ത കാലടി വെക്കല്ലാതെ തിരിച്ചിങ്ങോട്ട് എടുക്കാൻ കഴിയാത്ത ചില മേഖലകളുണ്ടാവും. അങ്ങനെ ഉണ്ടാവും ചിലപ്പം. ഇപ്പോൾ ഉദാഹരണമായിട്ട് സാമ്പത്തികമായ ചില മേഖലയുണ്ട്. ഞാനിപ്പോൾ എന്നെ വന്നിട്ട് പറ്റിച്ചു, എന്താ നിങ്ങൾ ഒരു കൊല്ലത്തിലാകെ 4 തവണ അടച്ചാൽ മതി. ആ 4 തവണ അടിച്ചാൽ മതി. നിങ്ങൾ കിട്ടുമ്പം നിങ്ങളെ പൈസയും കിട്ടും, അതിന് ഞങ്ങൾ ബിസിനസ് ചെയ്താൽ ലാഭം കിട്ടും എന്നൊക്കെ ആദ്യം പറയാം അല്ലേ. ഞാൻ ഒന്നാമത്തെ തവണ അടക്കും. പിന്നെ അടച്ച് കഴിഞ്ഞിട്ടേക്കാരം ഞാൻ പറയണത് എന്താ, ഞാൻ മനസ്സിലാക്കുന്നതിനെ പറ്റി എന്താ, ഇതൊക്കെ പലിശ പണമാണ് അല്ലേ, പലിശ കൊടുക്കാനാണ് സംഗതി, കച്ചവടം എന്ന് പറയാം, പേര് മാറ്റി പറയാം. അപ്പം എന്താവും? ഞാൻ കൊടുത്തില്ലേ, ഒന്നാമത്തെ തവണ കൊടുത്താൽ 4 തവണയും എത്ര തവണയാണോ പേയ്മെൻ്റ് ആണോ ഉള്ളത് ആ മുഴുവൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ പൈസ കൊടുത്തൊക്കെ പോവും. കിട്ടണമെങ്കിൽ എന്ത് വേണം? മുഴുവൻ കൊടുക്കണം. അപ്പം ഞാൻ ഒരു കാലടി വെച്ചു, അടുത്ത കാലടി വെക്കാതെ എനിക്ക് പിന്നോട്ട് വരാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില മുള്ളംകെട്ടുകളുണ്ടാവും. പിശാചിൻ്റെ സൂത്രം നോക്കി നിങ്ങൾ, ലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ എന്ന് പറയുന്നത് അല്ലേ. ചില രംഗത്ത് ജീവിതത്തിൽ നമുക്ക് ചിലപ്പം, നിങ്ങൾ വലിയ മല കയറിനോ? ചെക്കുന്നും മല ആരെയും കയറിനോ? എവിടെ നിങ്ങൾ കയറിയൊരു മലനെ പറ്റി പറഞ്ഞേര്. അതിൻ്റെ മുകളിലൊരു മരം ഉണ്ട് നിങ്ങൾ സങ്കല്പിക്കാം. സപ്പോസ് ആ മരം നിങ്ങൾക്ക് അതിൻ്റെ ഉച്ചിയിൽ ഇങ്ങനെ നിൽക്കുക, ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണ പോലെ. ഞാൻ ഇതിവിടെ പറിച്ചാൽ എന്താ ചെയ്യുക? അതിൻ്റെ ഒരു പാറക്കല്ലുണ്ടെന്ന് സങ്കല്പിക്കാം. ആ പാറക്കല്ല് ഞാനത് ഇളക്കിയാൽ എന്ത് ചെയ്യും? ആ തായോട്ട് ഇടിഞ്ഞാട് പോവും അല്ലേ. അത് അതിൻ്റെ മിഡിലെവിടെയും പോയി നിൽക്കുമോ? താഴേ അത്ര ഉച്ചിയാണ്, ആ താഴേക്ക് പോയിട്ട് അത് വീഴും. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പം ഇളക്കാൻ പറ്റാത്ത ചില രംഗങ്ങളുണ്ടാവും. ഇളക്കിയ നമ്മൾ അതിൻ്റെ കൂടെ ചാടും, ഈ പാറക്കല്ല് പോലെ അല്ലേ. പാറക്കല്ല് പിടിച്ചാൽ നമ്മൾ നിൽക്കുമോ? നമുക്ക് പിടിച്ചാൻ കഴിയില്ല, ഇത്ര വെയിറ്റ് ഉണ്ടാവും ആ ജാതി പാറക്കല്ല്. ആ പാറക്കല്ല് ഇളക്കിയിട്ട് നമ്മളത് തട്ടിയ അതിൻ്റെ കൂടെ ആ പാറക്കല്ലും പോവും, ചിലപ്പോൾ നമ്മളും പോണ്ടി വരും അല്ലേ. ഇതേപോലെ ജീവിതത്തിൽ ചിലയിടത്തേക്ക് നമ്മൾ ഇളക്കാൻ പോയാൽ
പിന്നെ തിരിക്കാൻ പോയാൽ അല്ലെങ്കിൽ അവിടുന്ന് പറിച്ചിടാൻ പോയാൽ നമ്മളും അതിൻ്റെ കൂടെ ആപതിക്കാൻ സാധ്യതയുണ്ട്. അതിൽ പെട്ടതാണ്. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു പെണ്ണിനെ കാണുമ്പോൾ ആദ്യം നിശ്ചരിക്കും അല്ലേ, പിന്നെന്തുണ്ടാവും, പിന്നെ ഒരു സലാം പറയും അല്ലേ, പിന്നെ ഒരു നോട്ടം, പിന്നെ എനിക്ക് നമ്പർ തരും, ഞാൻ അടുത്ത ഇവിടെ ഉണ്ടാവും കേട്ടോ, എന്താ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ മതി, അടുക്കണം. ഈ രൂപത്തിൽ അതാണ് ആ ഉച്ചിയിലിരിക്കുന്ന പാറക്കല്ല, അതിനെ തൊടാൻ പോണ്ട. തൊട്ടാൽ എന്തു ചെയ്യും, ഞാനും അതിൻ്റെ കൂടെ മറിഞ്ഞ് ആ ഗർത്തത്തിലേക്ക് വീഴും. ഇങ്ങനെയുള്ള ജീവിതത്തിലെ പല സംഗതികളുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്, ലാ തത്തബിയു. അള്ളാഹ് ആരെ വിളിച്ചാ പറയണത്, വിശ്വാസികളെ വിളിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊക്കെ അല്ലേ, നമ്മൾ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസികളെ വിളിച്ചിട്ടാ പഠിച്ചോന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ ഈ രൂപത്തിലുള്ള രംഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതിനെ പിൻപറ്റരുത് എന്ന് പറയാനുള്ള. പിന്നെ പിശാചിന് ഒരുപാട് പ്ലാൻ ഉണ്ട്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലേ. പിശാജ് ഒരിക്കലും അള്ളാന്റെ ശത്രുവല്ല, ആണോ? പിശാജ് ആരെ ശത്രുവാ? സത്യത്തിനോട് പിശാചിനെതിരില്ല. ഒരു ഹക്കാണെന്ന് പിശാചിനറിയാം, അതിനല്ല പിശാജ് ശത്രു. പിശാജ് ആരുടെ ശത്രുവാ? ആര് ശത്രുവാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനല്ല പിശാജ് ശത്രു, മറിച്ച് ആരാ? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ച വിശ്വാസികളുടെ ശത്രുവാണ്. മനുഷ്യന്മാരുടെ ശത്രുവാണ് ആര്? പിശാജ്. മനസ്സിലാണ്ടെങ്കിൽ എൻ്റെ സൂത്രം, സത്യത്തിനോടല്ല ഹക്കിനോടല്ല പിശാചിന് ശത്രുത ഉള്ളത്, മറിച്ച് ആ സത്യം സ്വീകരിച്ച നേരെ പാന്താവിൽ സഞ്ചരിക്കുന്ന വിശ്വാസികളോടാണ്, മനുഷ്യന്മാരോടാണ് പിശാചിന് ശത്രുതയുള്ളത്. അതുകൊണ്ടാണല്ലോ പിശാജ് അള്ളാഹിനോട് തന്നെ പറയുന്നത് എന്താ, ഫബി ഇസ്സതിക ലഉവിയന്നഹും. അള്ളാഹുവേ നിന്റെ പ്രതാപം തന്നെ സത്യം. അപ്പം അള്ളാഹുവിൻ്റെ ഇസ്സത്തിലുള്ള വിശ്വാസം ആർക്കുണ്ട്? പിശാചിനുണ്ട്. അതിന് നിഷേധിക്കണമെന്നില്ല പിശാജ്, മറിച്ച് പറഞ്ഞതെന്താ, മനുഷ്യന്മാരെ ഞാൻ വഴിവഴിപ്പിക്കും. ആലോചിച്ചു നിങ്ങൾ. അപ്പം മനുഷ്യന്റെ ആജീവനാന്ത ശത്രുവാണ് ആര്? പിശാജ് എന്ന് പറയുന്നത് എന്ന്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിയു ഖുത്വാതി ശൈത്താൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. സമയമില്ലേ? മതി, ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ വിശദീകരിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.